ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുമതി നൽകിയ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കനത്ത വെല്ലുവിളിയാകും. ഇഡി അന്വേഷണം ആരംഭിച്ചാൽ ദേവസ്വം ബോർഡിലെ പല ഉന്നതരും കുടുങ്ങും. കേസിലെ എഫ്ഐആറിന്റെ പകർപ്പ് ലഭിച്ചാൽ ഇഡിക്ക് അത് വലിയൊരു ആയുധമാകും. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖർ അന്വേഷണ പരിധിയിലേക്ക് വരുമെന്നാണ് സൂചന. കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നുവെന്ന വിമർശനം നിലനിൽക്കെയാണ് ശബരിമല കേസിലെ പുതിയ നീക്കം. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണം എവിടെ നിക്ഷേപിച്ചു, ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുക. കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ ഉടൻ പ്രതികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ ഇഡിക്ക് സാധിക്കും. സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്നും ഉന്നതരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും നേരത്തെ ആക്ഷേപമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമാന്തര അന്വേഷണവുമായി ഇഡി രംഗത്തെത്തുന്നത്. സ്വർണ്ണക്കടത്ത്, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് തുടങ്ങിയ കേസുകളിൽ ഇഡി നടത്തിയ അന്വേഷണങ്ങൾ സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചെന്ന് മാത്രമല്ല, സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ശബരിമലയുമായി ബന്ധപ്പെട്ട കേസായതിനാൽ ബിജെപി രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം അന്വേഷണം തുടങ്ങുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയ മൊഴികളും 2 എഫ്ഐആറുകളുടെ പകർപ്പുകളുമായിരുന്നു ഇഡി ആവശ്യപ്പെട്ടിരുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എതിർപ്പ് മറികടന്നാണ് ഇഡി അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. ശബരിമലയിലെ അതീവ സുരക്ഷാ മേഖലയായ സ്ട്രോങ് റൂമിൽ നിന്നും കണക്കിൽപ്പെടാത്ത സ്വർണവും വെള്ളിയും നഷ്ടപ്പെട്ടത് സംസ്ഥാനത്തുടനീളം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വൻ ക്രമക്കേട് കണ്ടെത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ഇത്തരമൊരു കവർച്ചയും നിയമ നടപടികളും അപൂർവമാണ്. 2017 കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീകോവിലിന്റെ വാതിലുകളിലും ദ്വാരപാലക വിഗ്രഹങ്ങളിലും പൊതിഞ്ഞ് സ്വർണത്തിൽ തിരിമറി നടത്തിയെന്നാണ് പ്രധാന ആരോപണം.